മേപ്പാടിയിലെ ദുരന്തം കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്നു. പിന്നാലെ കാലാവസ്ഥാ വിദഗ്ധർ പുറത്തിറക്കിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തെ കാത്തിരിക്കുന്നത് ദുരന്ത സമാനമായ സാഹചര്യങ്ങളാണെന്നാണ്. ഏറ്റവും ഒടുവിലായി കേരള ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ചരിത്രത്തിലില്ലാത്ത വിധം മേഘവിസ്ഫോടനത്തിലും അധികമായ മഴയാണ് ഉരുൾപൊട്ടിയ മേപ്പാടിയിൽ പെയ്തത്. ഇതാണ് ദുരന്തത്തിൻ്റെ ആഴം കൂട്ടാൻ കാരണം. എന്നാൽ ഓഗസ്റ്റ് മാസത്തിലാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷം അഥവാ ഇടവപ്പാതി ശക്തിയാർജിക്കാൻ പോകുന്നതെന്നും അത് സെപ്റ്റംബർ വരെ നീളാമെന്നും കുസാറ്റിലെ അടക്കം വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. വയനാടിന് പുറമെ കോഴിക്കോട് ഉരുൾപൊട്ടിയതും മലപ്പുറത്ത് ഭാരതപ്പുഴ കരകവിഞ്ഞതും പല ഡാമുകളിലെയും ജലനിരപ്പ് 2018 സമാനമായി ഉയർന്നതും അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ മഴ കുറയാനിടയാക്കുന്ന പസഫിക് സമുദ്രത്തിലെ എൽ നിനോ പ്രതിഭാസം ദുർബലമായതാണ് ഇത്തവണത്തെ പ്രത്യേകത. ലാലിനോ സാഹചര്യം ഈ കാലവർഷക്കാലത്ത് ഉണ്ടാകും. ഇത് കൂടുതൽ മഴ പെയ്യാനിടയാക്കും. ഇത്തവണ 106% വരെ മഴ ലഭിക്കാമെന്നും അവർ വ്യക്തമാക്കുന്നു. കാലവർഷക്കാലത്ത് സമുദ്രോപരിതലം തണുപ്പിക്കുന്ന ലാലിന പ്രതിഭാസത്തിനൊപ്പം ഇന്ത്യൻ ഓഷൻ ഡൈപോൾ പ്രതിഭാസം പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അറബിക്കടലിന് ചൂട് കൂടുകയും ബംഗാൾ ഉൾക്കടലിന് ചൂട് കുറയുകയും ചെയ്യുന്നതാണ് പോസിറ്റീവ് IOD. ഇതും കാലവർഷത്തെ ശക്തമാക്കും. പൊതുവായി തിരിച്ചറിയാനാവുന്ന പ്രധാനപ്പെട്ട കാര്യം കാലവർഷത്തിൻ്റെ രീതി മാറി എന്നത് തന്നെയാണ്. കാലവർഷത്തിൻ്റെ ക്രമവും രൂപവുമെല്ലാം കൂടുതൽ പ്രവചനാതീതമായി മാറുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്യുന്ന മഴയുടെ അളവ് വളരെ കൂടി. കേരളം തൊട്ട് മഹാരാഷ്ട്ര വരെ പശ്ചിമഘട്ട മേഖലകളിലെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും വർദ്ധിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ടാണെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ പുതിയ പ്രതിഭാസമല്ല. എങ്കിലും സമീപകാലത്തായി വർഷം തോറും സംസ്ഥാനത്ത് ഈ ദുരന്തം സംഭവിക്കുകയും വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്യുന്നു. മണ്ണിന് ഉൾക്കൊള്ളാവുന്ന ജലത്തിന് ഒരു പരിധിയുണ്ട്. തുടരെ ഇടതടവില്ലാതെ മഴ പെയ്യുമ്പോൾ മണ്ണിന് ജലത്തെ സ്വീകരിക്കാൻ കഴിയാതെ വരും. ഇതാണ് ഉരുൾപൊട്ടലിന് വിദഗ്ധർ പറയുന്ന ഒരു കാരണം. വയനാട് ജില്ലയിൽ തിങ്കളാഴ്ച പാതിര മുതൽ ചൊവ്വാഴ്ച പാതിര വരെയുള്ള 24 മണിക്കൂറിനുള്ളിൽ വർഷിച്ചത് 300 മില്ലിമീറ്ററിലേറെ മഴയാണ്. തലേ വർഷം പെയ്ത മഴയുടെ ഇരട്ടിയോളം. ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഉരുൾപൊട്ടലിന് കാരണം കുറഞ്ഞ സമയത്തിനകം വൻതോതിൽ പെയ്ത മഴയാണെന്ന് വിലയിരുത്തുന്നു. 2012 പുല്ലൂരാംപാറയിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ 1 മണിക്കൂറിനുള്ളിൽ പ്രദേശത്ത് വർഷിച്ച കനത്ത മഴയെ തുടർന്നായിരുന്നു. മണ്ണിനടിയിൽ മാളങ്ങൾ പ്രത്യക്ഷപ്പെട്ട് അതിൽ വെള്ളം നിറയുമ്പോഴും ഉരുൾപൊട്ടലുണ്ടാകാം. ഇത് പ്രകൃത്യാ സംഭവിക്കാം. മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ അവശേഷിക്കുന്ന വലിയ വേരുകൾ ക്രമേണ ജീർണിച്ച് മാളങ്ങളായി പരിണമിക്കാനും സാധ്യതയുണ്ട്. കേരളം പ്രളയ സമാന സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്ന നിഗമനങ്ങൾ ശരിവയ്ക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അലേർട്ടുകളും. ഓഗസ്റ്റ് ആദ്യവാരം കനത്ത മഴയാണ് കേരളത്തിലുണ്ടാകുക എന്നാണ് വിവിധ കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തോടെ ലാലിന പ്രതിഭാസം രൂപം കൊള്ളുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇക്കൊല്ലം മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ ശക്തി പ്രാപിക്കുമെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത്. ലാലിന പ്രതിഭാസം യാഥാർത്ഥ്യമായാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ പതിവിൽ കൂടുതൽ മഴ ലഭിക്കും. എൽ നിനോ ദുർബലമാകാൻ തുടങ്ങിയെന്ന് യൂറോപ്യൻ യൂണിയൻ്റെ കോപ്പർനിക്കസ് കാലാവസ്ഥാ വ്യതിയാന സേവന കേന്ദ്രവും സ്ഥിരീകരിച്ചു.